കാണിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാവണം. ചത്ത് വീണാലും കുഴപ്പമില്ല, 108 അടിയും അടിച്ചിരിക്കണം. നിനക്ക് മാളോരുടെ മുന്നിൽ മീശ വെച്ച് നടക്കണം. മീശക്കരോട്ട് കൊടുക്കാനും പറ്റില്ല. അല്ലേടാ? ഒരു 8 കൂടിയുണ്ട്. കൂടുതലും മുലക്കരം കൊടുക്കാത്ത അടിയാത്തികളാണ്. ശിക്ഷകളായിരിക്കും. മാറുമറച്ചു നടക്കുന്ന കീഴാതി പെണ്ണുങ്ങളുടെയും മുലക്കരമടക്കാത്തവരുടെയും മുല രണ്ടും മാത്രമല്ല, തലയറുത്തു കളയാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. ഈ പെണ്ണുങ്ങളെ ചാട്ടവാറിനടിച്ചുകൊണ്ട് തീരത്തില്ല. ഇവരുടെ നേതാവ് അങ്ങേരിയെ പിടിച്ച് അവളുടെ തല ഇറക്കണം. ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം. അവളെ കൈ കിട്ടിയ കൊന്നുകളയെന്നൊക്കെ കേൾക്കുന്നു. സംഗതി നേരാണ്. നേരൊക്കെ തന്നെ, പക്ഷെ മങ്ങേലിയെ കിട്ടിയില്ല. ആഹാ, പെണ്ണുങ്ങൾ ഇതുവഴി കൂട്ടത്തോടെ വരുന്നുണ്ട്. ഇതുവഴിയോ? ഇനി എല്ലാറ്റിന്റെയും ജഡം വേമ്പനാട് കായലിലൂടെ ഒഴുകുന്ന കാണാം. രാജവീതിയിലൂടെ മാറുമറിച്ച് നടക്കാൻ ഹീനജാതിക്കാരായ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു? മര്യാദയ്ക്ക് മുലക്കച്ചി അഴിച്ചു മാറ്റി പിരിഞ്ഞു പോകിൻ. അപ്പൊ നീയാണ് അടവുകൾ പഠിച്ച ചോവത്തിപ്പെണ്ണ് നങ്ങേലി. നിനക്കറിയാത്ത ചില അടവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് സഹകരിച്ചാൽ പഠിപ്പിക്കാം. അക്കാര്യത്തിൽ തൊട്ടുകൂടായ്മയൊന്നും ഈ നമ്പിക്കയില്ല. ഏതോ നമ്പൂതിരിക്ക് അടിയാത്തിലുണ്ടായതാണെന്ന് നിന്നെ കണ്ടാൽ അറിയാം. അതാണ് ഈ തൊലിമിനുക്കം. ഓ, എങ്ങടെ തൊലി മിനുങ്ങാൻ പാടില്ല. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കറുത്ത നിറമുള്ളവരെല്ലാം അടിയാന്റെ മക്കളാണ്. തെമ്മാടി, തന്തയ്ക്ക് വിളിക്കുന്നോടി. ഈ മുഖവും വടിവത്ത ശരീരവും കണ്ട ഒന്നും ആഗ്രഹിക്കാത്ത ഏത് തമ്പുരാനാടി? തമ്പുരാട്ട് ചമയുന്നോടി ചണ്ടാളത്തി. ഏങ്ങളെ കണി കാണാൻ കൊള്ളില്ല. പക്ഷെങ്കിൽ ഏങ്ങടെ തുണിയില്ലാത്ത ശരീരം കാണാൻ വലിയ ഇഷ്ടമാണല്ലേ? നിറയുന്നാണോ ഇല്ലാത്ത വർഗം. നിർത്തടി നായെ. നീ ആരുടെ മുഖത്ത് നോക്കിയാ സംസാരിക്കുന്നറിയോ?
നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. നിന്നെപ്പോലുള്ള പാപജന്മങ്ങളുടെ തലയെടുക്കുന്നത് ഒരു പുണ്യമായി ഞാൻ കരുതുന്നു. ഒരു പെണ്ണിന്റെ തലയിറക്കുന്നത് പുണ്യകർമ്മമാണെന്ന് അടിയനാദ്യം കേൾക്കുക. നിനക്കിവിടെ എന്ത് കാര്യം? നാട്ടിലെ നിയമം നടപ്പിലാക്കേണ്ടവരെ ചെയ്തോളും. കടന്നുപോ. ഞാൻ പോയിക്കൊള്ളാം. പക്ഷെ അധികാരമുണ്ടെന്ന് വെച്ച് മനുഷ്യരെ ഇങ്ങനെ കീടങ്ങളെ പോലെ കാണരുത്. ഈ പറഞ്ഞ ധിക്കാരത്തിന് നിന്റെ തല വെട്ടാനും എനിക്ക് അധികാരമുണ്ട്. ഒന്നോർത്തോ, പണത്തിന്റെ ശക്തി കൊണ്ട് നാട് നീളെ ഇവളെ പോലുള്ള വെപ്പാട്ടിമാരെ കൊണ്ടു നടക്കുന്ന നിന്റെ അഹങ്കാരം എന്റെ അടുത്ത് വേണ്ട. അയിത്തത്തിന് 36 അടി മാറണമെന്നല്ലേ പറഞ്ഞത്? അത്ര ആയിട്ടില്ല. അടിയൻ ദേഹത്തോട്ട് അശുദ്ധമാക്കിയെങ്കിൽ തമ്പുരാൻ പുണ്യാഹം കഴിച്ച് കേട്ടോ. തൽക്കാലം ജീവനും കൊണ്ട് പൊയ്ക്കോ. മേലാലി പട്ടിണിപ്പാവങ്ങളുടെ ഉടുതുണി കഴിക്കാൻ വരരുത്.
നമ്മൾ നേരിടുന്നവർ എത്രമാത്രം ശക്തരാണെന്നുള്ള കാര്യം ഓർമ്മ.